വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബ്രൗണി റെസിപ്പിയുടെ കേട്ടോ. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിതല്ലേ മോൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബ്രൗണി മതിയെന്ന് പറഞ്ഞപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതൊരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1.25 കപ്പാണ് കേട്ടോ. പിന്നെ ബട്ടർ 100 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്നതിൻ്റെ നേരെ പകുതിയാണ് ബട്ടർ എടുക്കേണ്ടത്. അപ്പോൾ 100 ഗ്രാം ബട്ടറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ കപ്പളവിലാണെങ്കിൽ ഏകദേശം 1/2 കപ്പ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതാ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി 3 മുട്ടയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ 1/2 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗറും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും ആണ് കേട്ടോ. ഈ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ബ്രൗണിക്ക് നല്ലതാണ്, ഒരു ഫഡ്ജി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഒരുപാട് ഫ്ലഫി ആവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബ്രൗൺ ഷുഗർ ഇല്ലെന്നുണ്ടെങ്കിൽ 1 കപ്പോളം ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/4 കപ്പോളം കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഫ്ലോർ എന്നത് 130 ഗ്രാം ആയിരിക്കും കേട്ടോ. പിന്നെ കൊക്കോ പൗഡർ ആണെങ്കിൽ 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് 25 ഗ്രാമോളം വരും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ഒരു ബാറ്ററിലേക്ക് അല്പാൽപമായിട്ട് ഈ ഒരു ഫ്ലോർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് വേണ്ട, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മൗൾഡിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഓവനിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ പാൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാമും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഹസൽനട്ടോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 180 ഡിഗ്രിയിൽ 25 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കട്ടോ, നല്ലൊരു ക്രീമി ഒരു ടെക്സ്ചറാണ് കേട്ടോ. കാരണം നമ്മൾ അകത്ത് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ടായിരുന്നു. അപ്പോൾ അത് മെൽറ്റായിട്ട് നല്ലൊരു ക്രീമി ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.